ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് അനുസ്മരിക്കുന്ന ശൂനോയ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ, ആ അമ്മയുടെ മധ്യസ്ഥത നാം യാചിക്കുമ്പോൾ, ആ അമ്മ നമുക്ക് നൽകുന്ന ചില മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുവാനുള്ള സമയമായി ഈ നോമ്പിനെ നാം കാണണം. ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച് ക്രിസ്തു യേശുവിനെ ഈ ലോകത്തിലേക്ക് നൽകിയ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ക്രിസ്തു യേശുവിനെ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം എന്ന് കാണിച്ചു തരുന്നു. Man is not perfect, but Lent is a sacred season to pause, reflect and repair ourselves that we become more stronger in spirit and closer to grace. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് വെട്ടി ഒരുക്കപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ ഓരോ നോമ്പും നമ്മുടെ ജീവിതത്തിലെ വെട്ടിയൊരുക്കലാണ്. ദൈവത്തോട് ഒരു പടി മുമ്പോട്ട് കയറി ചെല്ലുവാൻ ഓരോ നോമ്പിലൂടെയും നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രവൃത്തി മൂലം ആരുടെയെങ്കിലും ജീവിതത്തിൽ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയങ്ങളെ അറിയുന്ന തമ്പുരാന് മുമ്പാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തു യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനും കന്യാമറിയാത്തിനെ പോലെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാനും തമ്പുരാനെ ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പല സ്വഭാവ ഗുണങ്ങൾ പകർത്തേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി ദേവമാതാവിൻ്റെ താഴ്മ. നമ്മൾ പാടുന്നുണ്ടല്ലോ, ആരും ഉയർത്തപ്പെട്ടില്ലതുപോൽ അതിനസ്പഷ്ടം മറിയാമേ പോൽ ആരും താഴ്ത്തപ്പെട്ടിട്ടില്ല. ഗബ്രിയേൽ ദൂതനോട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞ് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുന്ന അമ്മയെ നാം അവിടെ കാണുന്നു. സമൂഹത്തിൽ തനിക്ക് നേരിടേണ്ടേക്കാവുന്ന സഹനങ്ങളെയും നിന്ദകളെയും പരിഹാസങ്ങളെയും കുറിച്ചൊന്നും ആലോചിക്കാതെ ദൈവാനുസരണത്തിന് തന്നെത്താൻ താഴ്ത്തുന്നൊരു മാതാവ്. ഒന്നാം ഹൗവ ദൈവത്തെ അനുസരിക്കാതെ പർദീസയുടെ അനുഭവത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ രണ്ടാം ഹൗവ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ദൈവമാതാവ് ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച് ദൈവപുത്രൻ്റെ മാതാവായി, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയായ മാതാവേ, ദൈവകൃപ കൊണ്ട് ചുറ്റപ്പെട്ട മാതാവേ എന്നും സ്വർഗത്തിലേക്കുള്ള കോവേണി എന്നൊക്കെ നാം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ കടാശിച്ചിരിക്കുന്നുവല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന്. രണ്ടാമതായി മറ്റുള്ളവരുടെ സഹനങ്ങളിൽ ഇടപെടുന്ന മാതാവ്. ദൈവമാതാവിനോട് അപേക്ഷിച്ചാൽ ഒരിക്കലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പരിശുദ്ധ മാർ ഗ്രിഗോറിയസ് ബാർ എബ്രായ പറഞ്ഞിരിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ആ ഭവനത്തിൽ ആർക്കും സഹായിക്കാൻ സാധിക്കാത്ത നിമിഷത്തിൽ പ്രിയ മാതാവിൻ്റെ സൗമ്യമായ ഇടപെടൽ മൂലം വിലാപ ഭവനമാകേണ്ടുന്ന ആ ഭവനം ആനന്ദപൂർണ്ണമാകുകയാണ്. അമ്മേ എന്നൊരു വിളിയിൽ നമുക്ക് വേണ്ടി എന്നും മധ്യസ്ഥ അപേക്ഷിക്കുന്ന ഒരു മാതാവ്. മൂന്നാമതായി മാതാവിൻ്റെ സേവന മനോഭാവം. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം ലഭിച്ച മാത്രയിൽ തന്നെ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്ന തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനായി നസ്രേത്തിൽ നിന്ന് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് അവളെ ശുശ്രൂഷിക്കുന്ന ദൈവമാതാവ്. നാം അവിടെ വായിക്കുന്നു, 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് തിരികെ ഭവനത്തിലേക്ക് ദൈവമാതാവ് മടങ്ങിപ്പോയെന്ന്. മാതാവ് കാണിക്കുന്ന സേവന മനോഭാവവും ഉത്സാഹവും നമുക്ക് ഉത്തമ മാതൃകയാണ്. അമ്മേ മാതാവേ, അവിടുത്തെ അനുസ്മരിക്കുന്ന ഈ ശൂനോയ നോമ്പിൽ അമ്മയുടെ പ്രാർത്ഥനയാൽ കൊത്തിനയിലെ കല്യാണത്തിന് അത്ഭുതകരമായി വീഞ്ഞിൻ്റെ കുറവിനെ തീർത്തതുപോലെ ഞങ്ങൾ നോമ്പും ഞങ്ങൾ പ്രാർത്ഥനകളും ഞങ്ങൾ ശുശ്രൂഷകളുടെയും എല്ലാ കുറവുകളെയും നീ തീർക്കണമേ എന്ന് അമ്മ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.